ഈ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനാണ്. ഒരു പക്ഷേ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ഇനി ഇവിടെ ആളുകളൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. ആ രീതിയിൽ ആളുകൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരാനും ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിക്കാതെ ഒരു പക്ഷേ ACPയുടെ ഓഫീസായിട്ടുള്ള ചേവായൂരിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലോ അതല്ലെങ്കിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ അവിടെ ഹാജരാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു ശ്രമമായും പോലീസിന്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. യാതൊരു വിവരങ്ങളും തന്നെ, അതായത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒന്നും തന്നെ പോലീസ് പുറത്തു നൽകാതെ അല്ലെങ്കിൽ ആ മാധ്യമങ്ങൾ വഴി ഏതെങ്കിലും തരത്തിലുള്ള വിവരം പുറത്തു പോകുന്നത് തടയിട്ടുകൊണ്ട് അതീവ രഹസ്യമായിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ആ ഒരു നീക്കത്തിനൊടുവിലാണ് വടകരയിലെ ബന്ധുവീട്ടിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിക്കുകയും ഷിംജിത മുസ്തഫയെ അവിടെ എത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, വലിയ വിവാദമായ അല്ലെങ്കിൽ ആ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഇരുഭാഗത്തു നിന്നും, അതായത് ഷിംജിത മുസ്തഫയെ അനുകൂലിച്ചുകൊണ്ടും അല്ലെങ്കിൽ ദീപകിനെ അനുകൂലിച്ചുകൊണ്ടും ആത്മഹത്യ ചെയ്ത ദീപകിനെ അനുകൂലിച്ചുകൊണ്ടും ഷിംജിത മുസ്തഫയ്ക്ക് എതിരായിക്കൊണ്ടും വലിയ രീതിയിലുള്ള ആളുകൾക്കിടയിൽ നിന്നും അഭിപ്രായവും വിമർശനവും ഒക്കെ തന്നെ ഉയർന്നു വന്നൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പക്ഷേ വലിയ കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്ക് ഷിംജിത മുസ്തഫയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ നമുക്കറിയാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ആൾക്കൂട്ടം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ BJP പ്രവർത്തകരൊക്കെ തന്നെ ഈ ഷിംജിത മുസ്തഫയെ ഒരു പക്ഷേ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാവുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ എന്നവണ്ണം ഈ മേഖലയിലൊക്കെ തന്നെ BJP പ്രവർത്തകരും കൂടി നിന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ വലിയ പ്രതിഷേധ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് ഇവിടെ നിന്നും അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇനിയൊരു പക്ഷേ ഇപ്പോൾ കൊയിലാണ്ടിയിലാണ് അവരെ വൈദ്യപരിശോധനക്കായി എത്തിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അവിടെ നിന്നും കുന്നമംഗലം കോടതിയിലോ അതല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ ചേവായൂരിലെ ACPയുടെ ഓഫീസിലോ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇപ്പോൾ തമ്പടിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു പ്രതിഷേധ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് പോലീസ് ഈ കേസെടുക്കുന്നതിൽ ഒരു വീഴ്ച പറ്റിയെന്നുള്ളത് കുടുംബം ആരോപിച്ചിരുന്നു. അങ്ങനെ കേസെടുക്കുന്നത് കാര്യത്തിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു മെല്ലെപ്പോക്കുണ്ടായി എന്നുള്ള ആരോപണം കുടുംബം ഉയർത്തുന്നതിന് പിന്നാലെ തന്നെ പോലീസ് പിന്നീട് കുറെ കൂടി രഹസ്യ സ്വഭാവമാണ് ഈ കേസന്വേഷണത്തിലായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷിംജിതയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലായാലും അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു രഹസ്യ സ്വഭാവം പോലീസ് കാത്തുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രഹസ്യ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കൊയിലാണ്ടിയിൽ എത്തിച്ച വൈദ്യപരിശോധന പൂർത്തിയാക്കി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനോ ഉള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏതായാലും ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനുള്ളിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമൃത, ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ഈ ഷിംജിതയ്ക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്? സലാം. അമൃത, പ്രധാനമായും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കലടക്കമുള്ള മറ്റു വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇനി ഉണ്ടാകാനുള്ള ഒരു നടപടി. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കുന്നമംഗലം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അല്ലെങ്കിൽ ജാമ്യത്തിനുള്ള അപേക്ഷ ഈ ഷിംജിത നൽകിയത്. ഇനി അത് പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഒരു ജാമ്യാപേക്ഷ നൽകുന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇവരെവിടെയാണെന്നുള്ളത് കണ്ടെത്തി കൃത്യമായ ഒരു രഹസ്യ നീക്കം നടത്തി വടകരയിലെ ബന്ധുവീട്ടിലെത്തി ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടികൾ ഉണ്ടാവുക. അങ്ങനെ ഈ അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നതിനു ശേഷമാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായതെന്ന കാര്യം കുടുംബം തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിഷേധങ്ങൾക്കൊടുവിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഷിംജിത മുസ്തഫയെ പിടികൂടിയിരിക്കുന്നത്. ഇനി അടുത്ത നടപടികൾ സ്വാഭാവിക നടപടിക്രമങ്ങൾ എന്ന നിലയ്ക്ക് വൈദ്യപരിശോധന പൂർത്തിയാക്കി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അടുത്തത് ഈ ജുറിസ്ഡിക്ഷനിലുള്ള സ്റ്റേഷനിലെത്തിക്കുക, അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുക, റിമാൻഡ് ചെയ്യുക. ഈ കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഇത് പോലീസിന്റെ ഇടപെടൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പോലീസ് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആളുകൾക്കിടയിൽ നിന്ന് സമൂഹത്തിനിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഇവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന തരത്തിൽ കുടുംബമടക്കം ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെ പോലീസ് ഒരു രഹസ്യ സ്വഭാവം ഈ കേസിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന കാര്യം പോലീസാണ് പറയേണ്ടത്. ഒരു പക്ഷേ ആളുകൾക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടതാണോ എന്ന കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരു വിശദീകരണം നൽകേണ്ടത്. ഏതായാലും അത്തരത്തിലൊരു
ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ കേസിന്റെ ഓരോ നടപടിക്രമങ്ങളും പോലീസ് പൂർത്തിയാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇവർ നൽകാൻ തയ്യാറാകുന്നില്ല. നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ വിദേശത്തേക്ക് കടന്നു ഈ പ്രതി എന്നുള്ളതായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇന്ന് രാവിലെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അങ്ങനെയാണ് ഒരു അന്വേഷണത്തിലേക്ക്, അതായത് ഈ പ്രതിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നത്. ഏതായാലും നേരത്തെ വന്ന വിവരങ്ങളൊന്നും തന്നെ ശരിയായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പോലീസ് വടകരയിലെ ബന്ധുവീട്ടിൽ തന്നെ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അത് വിദേശത്തേക്ക് കടന്നു പോകാൻ അവർക്ക് ഏതോ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിദേശത്തെ കടന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത് എന്ന കാര്യത്തിൽ പോലീസാണ് ഇനി വിശദീകരണം നൽകേണ്ടത്. കാരണം പോലീസ് സോഴ്സിൽ നിന്നാണ് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്.